ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു R4I. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ടാറ്റ മോട്ടോഴ്സിലുണ്ടായിട്ടുള്ള തകർച്ച. പലർക്കും അത് ഉൾക്കൊള്ളാനാവാത്ത വിധത്തിലുള്ള ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു തകർച്ചയായിരുന്നു. പ്രത്യേകിച്ച് നല്ലൊരു Q4 റിസൾട്ട് പ്രസിദ്ധീകരിച്ച ടാറ്റ മോട്ടോഴ്സിൽ ഇങ്ങനെ ഒരു തകർച്ച എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായും അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ ഓരോ ഇടവേളകളിലും ഈ സ്റ്റോക്കിൽ ഇത്തരത്തിലുള്ള ക്രാഷ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ ഈ 1000 എന്നുള്ള ലെവല് ഈ സ്റ്റോക്ക് എപ്പോഴൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ടോ ആ സമയത്തൊക്കെ അത് കുറച്ച് കഴിഞ്ഞിട്ട് താഴോട്ടേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അങ്ങനെയുള്ള താഴോട്ടേക്കുള്ള ആ ഒരു വരവ് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചിട്ടില്ല, കുറേ ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാറുള്ളത് സാധാരണ. പക്ഷെ ഇന്ന് സംഭവിച്ചിട്ടുള്ളത് ഒരൊറ്റ ദിവസം കൊണ്ടുള്ള വലിയൊരു തകർച്ചയാണ്. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്ത പല സമയങ്ങളിലും അവിടെ നിന്ന് അത് താഴോട്ടേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത്തരം നിരവധി സന്ദർഭങ്ങൾ നമുക്ക് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ചാർട്ട് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് 2019 മുതൽ 2022 വരെയുള്ള 4 വർഷങ്ങൾ തുടർച്ചയായിട്ട് നഷ്ടങ്ങൾ രേഖപ്പെടുത്തിയ ഒരു കമ്പനിയായിരുന്നു. ഇവരുടെ ബിസിനസ് 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ നേരിയൊരു ലാഭം രേഖപ്പെടുത്തി തിരിച്ചുവരവിൻ്റെ ഒരു ലക്ഷണം കാണിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ 2023 ഈ ഒരു തിരിച്ചുവരവിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തമായ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയുക. കാരണം EV വെഹിക്കിൾ രംഗത്ത് മാർക്കറ്റ് ലീഡർ ആവുകയും അതുകൂടാതെ ടാറ്റയുടെ പാസഞ്ചർ കാറുകൾ ടോപ്പ് സെയിൽസ് ചാർട്ടുകളിൽ ഇടം പിടിക്കുകയും ചെയ്ത് വമ്പിച്ചൊരു ടേൺ അറൗണ്ട് സ്റ്റോറിയായി ടാറ്റ മോട്ടോഴ്സ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇവരുടെ ജാഗ്വാർ ലാൻഡ് റോവർ ബിസിനസ്സും നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വലിയ തോതിൽ കടമുണ്ടായിരുന്ന ഒരു കമ്പനിയായിരുന്നു ഇത്. ഇതിൻ്റെ ഡെറ്റ് ഏകദേശം 1,46,000 കോടി വരെ വളർന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്ന് അത് ചുരുക്കി ഇപ്പോൾ 1,00,000 കോടിയോട് അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ക്യാഷ് റിസർവ് 44,000 കോടിയിൽ നിന്നും 84,000 കോടിയിലേക്ക് ഉയർന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെറ്റ് ഈക്വിറ്റി റേഷ്യോ 1.26 എന്നുള്ള വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നിലയിൽ അത് എത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള നല്ലൊരു ഇക്കോ സിസ്റ്റത്തിൽ നിൽക്കുന്ന ടാറ്റ മോട്ടോഴ്സിൽ ഏറ്റവും ഒടുവിൽ വന്ന Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെയിൽസ് 13% വളർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 13% സെയിൽസിലുണ്ടായിട്ടുള്ള വളർച്ച ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കൂടാതെ ഇതിൻ്റെ പ്രോഫിറ്റ് 214% വമ്പിച്ചൊരു ജമ്പാണ് രേഖപ്പെടുത്തിയത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്ര വലിയൊരു ജമ്പ് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ എന്നിട്ടും എന്തുകൊണ്ട് ഈ സ്റ്റോക്കിന് ഇങ്ങനെയൊരു ക്രാഷ് സംഭവിച്ചു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 8.34% ഇടിഞ്ഞാണ് ടാറ്റ മോട്ടോഴ്സ് ക്ലോസ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള ഒരു നിഫ്റ്റി 50 ലാർജ് ക്യാപ്പ് ഹെവി വെയ്റ്റ് കമ്പനിയിൽ 8% ഒരു തകർച്ച എന്ന് പറയുന്നത് അത് ഒരു നോർമൽ കറക്ഷൻ അല്ല, അത് തീർച്ചയായും ഒരു ക്രാഷ് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ ഇങ്ങനെയൊരു ഡൗൺ ഗ്രേഡിങ് സംഭവിച്ച പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ 3 പ്രധാനപ്പെട്ട ബ്രോക്കറേജ് ഹൗസുകൾ നമുക്കറിയാം. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ബ്രോക്കറേജ് ഹൗസുകളാണ് പലപ്പോഴും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള വലിയ ബിഗ് ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ബ്രോക്കറേജ് ഹൗസുകളാണ് ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് ഹൗസുകൾ. അതിൽ ഒരു പ്രധാനപ്പെട്ട ബ്രോക്കറേജ് ഹൗസാണ് മോർഗൻ സ്റ്റാൻലി. അവർ ഈ സ്റ്റോക്കിനെ ഡൗൺ ഗ്രേഡ് ചെയ്തു. ഇവരുടെ ടാർഗറ്റ് അവർ താഴ്ത്തിയിട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിന് ഒരു കാരണം. മോർഗൻ സ്റ്റാൻലി മാത്രമല്ല, ഗോൾഡ്മാൻ സാക്സ് എന്ന് പറയുന്ന മറ്റൊരു ബ്രോക്കറേജ് ഹൗസും ഇതേപോലെ ഇതിനെ ഡൗൺ ഗ്രേഡ് ചെയ്തു. കൂടാതെ നൊമൂറ എന്ന് പറയുന്ന വേറൊരു ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് ഹൗസും ഇതേപോലെ നമ്മുടെ ടാറ്റ മോട്ടോഴ്സിനെ ഡൗൺ ഗ്രേഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ 3 കമ്പനികൾ പ്രധാനമായിട്ടുള്ള ഈ ഒരു മാർക്കറ്റ് ലീഡിംഗ് ബ്രോക്കറേജ് ഹൗസുകൾ ഇങ്ങനെയൊരു തീരുമാനം പറയുമ്പോൾ തീർച്ചയായും ബിഗ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയാലും അവരൊക്കെ തീർച്ചയായും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ഒരു വമ്പിച്ച റിസൾട്ട് ഉണ്ടായിട്ട് പോലും ഈ ഒരു ഡൗൺ ഗ്രേഡിങ് അവരെ തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഹെവി സെല്ലിംഗ് അവർ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബ്രോക്കറേജ് ഹൗസുകൾ ഇങ്ങനെയൊരു തീരുമാനം പറയാനുള്ള കാരണം ഇവരുടെ തന്നെ മാർക്കറ്റ് ഗൈഡൻസുമായി ബന്ധപ്പെട്ട ടാറ്റ മോട്ടോഴ്സിൻ്റെ റിസൾട്ടിനോടനുബന്ധിച്ച് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ്.
ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ കമ്പനിയുടെ ഭാവിയിൽ വരാൻ പോകുന്ന ലാഭം അത് മോഡറേറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ സെയിൽസ് ആയാലും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പാസഞ്ചർ കാറുകളുടെ ഡിമാൻഡ്, അതേപോലെ തന്നെ കമേഴ്ഷ്യൽ വെഹിക്കിളുകളുടെയൊക്കെ ഡിമാൻഡ് മോഡറേറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ ഹൈ ഡിമാൻഡ് ഇല്ല എന്നർത്ഥം, ഡിമാൻഡ് മോഡറേറ്റ് ആയിരിക്കും. അതുകൊണ്ട് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഉള്ളത് ഈ കാർ നിർമ്മാണത്തിനാവശ്യമായ കമ്മോഡിറ്റികളിൽ ഉണ്ടായിട്ടുള്ള വർധനമാണ്. ഓട്ടോ പാർട്സിലായാലും മറ്റ് യൂട്ടിലിറ്റി റോ മെറ്റീരിയൽസിലായാലും ഒക്കെ ഉണ്ടായിട്ടുള്ള വമ്പിച്ച വിലവർധനവ് ഈ കാറുകളുടെ പ്രൈസ് ഇൻക്രീസ് ആവാൻ ഭാവിയിൽ കാരണമാകും എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രോഫിറ്റിനെ ബാധിക്കും, സെയിൽസ് ഡിമാൻഡിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത 2025 ഫൈനാൻഷ്യൽ ഇയറിലും 2026 ഫൈനാൻഷ്യൽ ഇയറിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു സെയിൽസ് ജമ്പോ പ്രോഫിറ്റ് ജമ്പോ ഇവർക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അവർ തന്നെ സംശയം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് ഹൗസുകൾ ഇതിൻ്റെ ഡൗൺ ഗ്രേഡിങ്ങിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. എന്നാൽ സിറ്റി പോലെയുള്ള ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് ഹൗസുകൾ അങ്ങനെയുള്ളൊരു തീരുമാനം എടുത്തിട്ടില്ല. അവരിപ്പോഴും ഇതിനെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഈ സ്റ്റോക്കിനെ കാണുന്നത്. അതേപോലെ വേറെയും പല ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് ഹൗസുകളും ഈ രീതിയിൽ ഡൗൺഗ്രേഡ് ചെയ്തിട്ടില്ല. അവരിപ്പോഴും 1000-ന് മുകളിലുള്ള ടാർഗറ്റ് നിലനിർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2-3 ബ്രോക്കറേജ് ഹൗസുകൾ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോക്ക് എപ്പോഴും താഴോട്ടേക്ക് പോകണമെന്നില്ല. ഇതൊരു പാനിക് നീജർക്ക് റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാനുള്ള സാധ്യത നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇതേപോലെ KPIT ടെക്നോളജി പോലെയുള്ള സ്റ്റോക്കുകളിൽ സംഭവിച്ചിട്ടുണ്ട്. അവർ വലിയ തോതിൽ ഡിഗ്രേഡ് ചെയ്ത KPIT പോലെയുള്ള സ്റ്റോക്കുകൾ പിന്നീട് അത് റിക്കവർ ചെയ്ത് തിരിച്ചു വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടാറ്റ മോട്ടോഴ്സിലുള്ള ഇപ്പോഴത്തെ ഡിഗ്രേഡിങ് തീർച്ചയായിട്ടും അത് തിരിച്ചു വരവിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന്, അതിനുള്ള പൊട്ടൻഷ്യൽ ഈ സ്റ്റോക്കിലുണ്ട്. കാരണം ഇതൊരു ടേൺ അറൗണ്ട് കമ്പനിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം 1-2 തവണ ഇതേപോലുള്ള ഒരു കൺസോളിഡേഷൻ ഈ സ്റ്റോക്കിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസോളിഡേഷൻ ലെവലുകൾ വളരെ പ്രധാനപ്പെട്ട ലെവലുകളാണ്. പ്രത്യേകിച്ച് 950 എന്ന് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ലെവൽ നല്ലൊരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ ആ ലെവലിൽ നിന്നാണ് സ്റ്റോക്ക് മുന്നോട്ട് പോയത്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയ സ്റ്റോക്ക് വീണ്ടും അതേ റെസിസ്റ്റൻസ് ലെവലിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് താഴോട്ട് പോയാൽ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ 841 എന്നുള്ള ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ആ ലെവലിൽ താഴെ ഈ സ്റ്റോക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഇപ്പോൾ എങ്ങനെ ബൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കയറുന്നവരുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും ബൾക്ക് ബൈങ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഹൈലി വളറ്റൈലാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതി ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ക്രാഷ് ആവാൻ. അപ്പോൾ ഏതെങ്കിലും വാർത്ത കിട്ടാൻ കാത്തു നിൽക്കുകയാണ് പല സ്റ്റോക്കുകളും ക്രാഷ് ആവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഘട്ടത്തിൽ നമ്മൾ ഒരു സിപ്പ് മോഡലിൽ ഘട്ടം ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ഒരിക്കലും ബൾക്ക് ബൈങ് ഒരു സ്റ്റോക്കിൽ ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സ്റ്റോക്കിലൊരു റീബൗണ്ട് വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതേപോലെ ഈ സ്റ്റോക്ക് ഹൈ പ്രൈസിൽ ഹോൾഡ് ചെയ്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ 1000-ന് മുകളിൽ ഈ സ്റ്റോക്ക് വാങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഒരു ഷോർട്ട് ടേം ഓപ്പർച്യൂണിറ്റി ഉദ്ദേശിച്ചാണ് അവർ വാങ്ങിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായും ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് ടേം ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം ആളുകൾ എക്സിറ്റ് ആവുന്നതായിരിക്കും നല്ലത്. എന്നാൽ ലോങ് ടേം ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ശ്രമിച്ചത് യാതൊന്നും ഭയക്കേണ്ടതില്ല. ഈ സ്റ്റോക്ക് തീർച്ചയായും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. പ്രത്യേകിച്ച് ഇതൊരു ഓട്ടോ സെക്ടറാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ടാറ്റ മോട്ടോഴ്സ് ആയാലും അശോക് ലേലൻഡ് ആയാലും ഐഷർ മോട്ടോഴ്സ് ഇങ്ങനെയുള്ള എല്ലാ ഓട്ടോ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളും സൈക്ലിക്കൽ നേച്ചറുള്ള സ്റ്റോക്കുകളാണ്. എക്കണോമി ബൂമിങ്ങിൻ്റെ സമയത്ത് മാത്രമേ ഇത്തരം സ്റ്റോക്കുകൾ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ എക്കണോമിക്ക് ഒരു ക്രൈസിസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വാഹനങ്ങളുടെ ഡിമാൻഡ് കുറയും. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്കുകളിൽ നമ്മളൊരു കോഷ്യസ് ആയി നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. എങ്കിലും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റാണ് ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള ഒരു സ്റ്റോക്കിൽ പ്രത്യേകിച്ച് അവർ EV സെഗ്മെൻറ്റിലുള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്ക്
നല്ല ഒരു ബൈങ് പ്രൈസിൽ, അതായത് 300, 400, 500 ലെവലിലൊക്കെ വാങ്ങിയവരാണെങ്കിൽ തീർച്ചയായും ഈ സ്റ്റോക്കിൽ മുന്നോട്ട് പോകാവുന്നതാണ് ധൈര്യപൂർവ്വം എന്ന് മാത്രം സൂചിപ്പിച്ച് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.